ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ശാന്തകുമാർ, മാലിന്യ സംഭരണ കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ തീപിടുത്തത്തിനുള്ള കൂടുതൽ സാധ്യതകൾക്കുള്ള വസ്തുക്കൾ ഇതെല്ലാം തന്നെ ഉണ്ടാകും. എന്താണ് അവിടുത്തെ സാഹചര്യം? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ? തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ ശ്രമം തന്നെയാണ് തുടരുന്നത്. കോഡൂർ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം, അതായത് ഈ ആശാ വർക്കർമാർ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യവും മറ്റ് മാലിന്യ വസ്തുക്കളും പേപ്പറുകൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് വേർതിരിക്കുന്ന കേന്ദ്രമാണിത്. ആ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ അകത്തു നിന്നാണ് തീ ആദ്യം പടർന്നത് എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ തന്നെ പറയുന്നത്. അവർ അവിടെ മാലിന്യം വേർതിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് നിന്ന് വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാൻ കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ആ കെട്ടിടത്തിലെ പൂർണ്ണമായും തീ കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് മാലിന്യവും അതുപോലെ തന്നെ കടലാസുമാണ് അതിനകത്ത് ശേഖരിച്ചിരിക്കുന്നത്. സമീപത്തെ നേരെ അടുത്ത ഈ കെട്ടിടത്തിന്റെ സമീപത്ത് നേരെ വീടുകളൊന്നും ഇല്ലാത്ത വലിയ ആശങ്കയില്ല. പക്ഷേ എങ്കിലും പുക ഉയരുന്നതും തീ ആളിപ്പടരുന്നതും അതിന്റെ ചൂടുമെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആ ഫയർഫോഴ്സിന്റെ വിഭാഗം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. അരുണ്യ, മലപ്പുറത്താണ് തീപിടുത്തം ഉണ്ടായത്. മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശാന്തകുമാർ വെള്ളാലത്ത് തുടരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണ് അവിടുത്തെ സാഹചര്യം? തീ വീണ്ടും ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പകൽ സമയത്ത് ഇപ്പോൾ ചൂട് വളരെ കൂടുതലാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കുറച്ച് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം. എന്താണ് വിവരങ്ങൾ?
അരുണ്യ തന്നെയാണ്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് വന്ന് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഈ വാഹനം അങ്ങോട്ട് എത്തുന്നതിനുമുള്ളതും പിന്നെ തീ ആളിപ്പടരുന്നതും എല്ലാം വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും വലിയ കഠിന പ്രയത്നത്തിൽ തന്നെയാണ് അഗ്നിശമന സേനാ വിഭാഗവും. ഒരു മണിക്കൂർ മുൻപാണ് ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കോഡൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ ശേഖരം, അതായത് ആശാ വർക്കർമാർ വിവിധയിടങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുവന്ന് വേർതിരിക്കുന്ന ഇടമാണ് ഈ കേന്ദ്രം. അതിന്റെ കെട്ടിടത്തിനകത്തു നിന്നാണ് ആദ്യം തീ പടർന്നത്. ആ കെട്ടിടത്തിനകത്തെ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാനുള്ള കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. അത് വിശദമായി പരിശോധിക്കേണ്ടതും അതിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് വരേണ്ടതുമുണ്ട്. എങ്കിലും അതിനകത്തുനിന്ന് ജോലി ചെയ്യുന്നവർ 8 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഈ പുക വരുന്നതും തീയാളി പെട്ടെന്ന് കണ്ട പെട്ടെന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളോ അപകടങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരം. എന്തായാലും അഗ്നിശമന സേനാ വിഭാഗവും 2 യൂണിറ്റ് എത്തി ഇപ്പോൾ അതിന്റെ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണ്. ആശാവർക്കർമാർ നിലവിൽ 24ഓളം പേർ ജോലി ചെയ്യുന്നതാണ്. ഇന്ന് അവിടെ 8 പേരാണ് ജോലി ചെയ്തിരുന്നത്. 8 പേരും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കെട്ടിടം സമ്പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അരുണ്യ, കാരണം മലപ്പുറത്തെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം തീ കുറച്ചേറെ വ്യാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൂട് വളരെ കൂടുതലുള്ള സമയമാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്. ഒരു പരിധിവരെ അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കെട്ടിടത്തിന്റെ അടുത്തുള്ള തീയാണ് ഇപ്പോൾ നിയന്ത്രണം വിധേയമാകാത്തൊരു മാലിന്യങ്ങളുമെല്ലാം തന്നെ പൂർണ്ണമായി ഒരു അത് ശമിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. എന്നാൽ ഒരു തിരിച്ചടിയാണ്. ഇടുങ്ങിയ തിരിച്ചുവിടാൻ പറഞ്ഞേ ഇറങ്ങിയിട്ടല്ലേ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഒരു 2-3 മീറ്റർ വ്യത്യാസത്തിൽ പുഴയുണ്ട്. അത്രയും ചേർന്ന് പുഴയുടെ തീരത്താണ് ഈ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പുഴ കുറച്ച് താഴ്ത്താൻ ഉയർത്തിക്കെട്ടിയ ഒരു പ്രദേശം കൂടിയാണ്. അത്രയ്ക്ക് സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇതിനെ കെട്ടിൽ കിടക്കുക. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പറയുന്നതിനും പൈസ വിട്ടുകൊണ്ടാണ് പ്രതിസന്ധിയാണ് പ്രധാനമായും. അതുകൊണ്ട് ചെറിയ കാര്യം ഉപയോഗിച്ച് ആദ്യത്തെ രക്ഷപ്പെടുത്തുന്ന കഴിയുന്ന സാധ്യത പുഴയിൽ നിന്നും വെള്ളമെടുത്ത് ഉപയോഗിക്കാം. ഈ പഠനത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ശാന്തകുമാറും തുടരുന്നുണ്ട്. ശാന്തകുമാർ, തീ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടോ? എത്രത്തോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്? എന്താണ് സാഹചര്യം? അരുണ്യ, 2 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് നിലവിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അഗ്നിശമന വിഭാഗവും. കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കുന്നതിനുള്ള ശ്രമവും തുടരുന്നുണ്ട്. കാരണം ഈ കെട്ടിടത്തിനകത്ത് വലിയ തോതിൽ ഈ സംഭരണം പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പേപ്പറുകളും എല്ലാം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇവ ഈ ആശാ വർക്കർമാർ വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്നവ വേർതിരിച്ച് സ്വകാര്യ സ്ഥാപനത്തിനും ക്ലീൻ കേരള എന്ന സർക്കാർ നിന്നുള്ള കമ്പനി നൽകുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് മാത്രം വേർതിരിച്ചു വെക്കുന്ന ഇടം കൂടിയാണത്. ആശാ വർക്കർമാരുടെ പ്രധാനപ്പെട്ട ജോലിയും അത് തന്നെയാണ്. ഈ അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് ഇതിനകത്തെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് ഇതിനകത്ത്
തീ പടരാനുള്ള കാരണം എന്നാണ് പ്രാഥമികമായിട്ടും കരുതുന്നത്. എന്തായാലും ഇപ്പോഴും മറ്റൊരു യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എത്തിക്കഴിഞ്ഞാൽ തീ അണയ്ക്കാനുള്ള എല്ലാ ശ്രമവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കപ്പെടാനോ അല്ലെങ്കിൽ ഭയപ്പാടുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അഗ്നിശമന സേനാ വിഭാഗവും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. അരുണ്യ, ജനവാസ മേഖലയാണോ ഇത് ശാന്തകുമാർ? കടക്കുന്നതിന് സമീപത്ത് തൊട്ടടുത്ത് മറ്റ് വീടുകളോ വാസസ്ഥലങ്ങളോ ഒന്നുമില്ല. അതിന് സമീപത്ത് തന്നെ ഉള്ളത് ഒരു തോടാണ്. അതിൽ വെള്ളവുമുണ്ട്. അതിൽ നിന്നുകൂടി വെള്ളം എടുക്കുന്നതിനുള്ള ശ്രമവും അഗ്നിശമന സേനാ വിഭാഗം തുടരുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമീപത്തെ ജനങ്ങളുടെ വീടുകൾക്കോ തീ പടരുന്ന സാഹചര്യം ഇല്ലെങ്കിലും ഈ പുക ശക്തമായി ഉയരുന്നതും വലിയ പ്രതിസന്ധിയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അരുണ്യ, മലപ്പുറത്ത് കോഡൂർ പഞ്ചായത്ത് മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ശാന്തകുമാർ വെള്ളാത്താണ് വിശദാംശങ്ങൾ നൽകിയത്.